ഹായ്, എൻ്റെ പേര് ഫാത്തിമ സുനൈഫ. നീറ്റ് 2025 എക്സാമിന് 8128 എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക്. ഞാൻ ഇത് പറയാൻ പോകുന്നത് എൻ്റെ നീറ്റ് ജേണിയാണ്. ഞാൻ പഠിച്ചതൊക്കെ സാധാ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. അത്ര എനിക്ക് നീറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അതേപോലെ എക്സാമിനെ കുറിച്ചോ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരു എക്സാം എന്താണോ അതിൻ്റെ പിറ്റേ ദിവസം പഠിച്ചു പോകുന്ന രീതിയിലാണ് ഞാൻ പഠിച്ചിരുന്നത്. എൻ്റെ വീട്ടിൽ ആർക്കും നീറ്റിനെ പറ്റി വലിയൊരു അറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. 10th എക്സാമിന് SSLCക്ക് ഫുൾ A+ കിട്ടി. അതുകൊണ്ട് എല്ലാവരും SSLC ഫുൾ A+ കിട്ടിയ ഒട്ടുമിക്ക ആൾക്കാരും സയൻസ് തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ ഞാനും സയൻസാണ് എടുത്തത്. അന്നൊന്നും എനിക്ക് നീറ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നില്ല. ഫസ്റ്റ് ടൈം ഞാൻ +1 ട്യൂഷന് പോയ ടൈമിൽ അടുത്തൊരു സാറ് ചോദിച്ചു, നിങ്ങളൊക്കെ എന്തിനാണ് സയൻസ് എടുത്തതെന്ന് ചോദിച്ചു. അന്നൊന്നും അധികം ക്ലാസ്സിൽ എനിക്കൊന്നും 1-2 ആൾക്കാർക്ക് മാത്രമേ ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ. ഓലെ കയ്യും വെച്ച് പറഞ്ഞു എനിക്ക് ഇതിന് പോകണം, ഇന്ന സാധനത്തിനാണ് ചേരേണ്ടത്. അതിൽ ഒരാൾ പറഞ്ഞ് എനിക്ക് മെഡിസിന് പഠിക്കണം, നീറ്റിന് പഠിക്കണം എന്ന് പറഞ്ഞു. അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം നീറ്റ് എന്താണെന്ന് കേൾക്കണം തന്നെ. അന്ന് ഞാൻ വീട്ടിൽ പോയി ഗൂഗിൾ ചെയ്ത് നീറ്റ് എന്താണ്, ഇന്ന എക്സാം ആണെന്നൊക്കെ അറിഞ്ഞു. പിന്നെ ഇതിനെ കുറിച്ചിട്ട് എൻ്റെ മനസ്സിൽ ഡോക്ടർ ആവണം, MBBS ചേരണം, ആൾക്കാരെ സർവീസ് ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ വീട്ടിൽ ഉമ്മാനോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉമ്മ അറിയും വേണോ, നമുക്കിത് വേണോ അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഞാൻ അപ്പനോട് പറയുമ്പോഴും വീട്ടിലാർക്കും പ്രത്യേകിച്ച് ഐഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും അന്നൊന്നും ആർക്കും പറ്റിയിരുന്നില്ല. പിന്നെ ഉമ്മ അങ്ങനെ ഉപ്പ ഗൾഫിലായതുകൊണ്ട് ഉമ്മനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഉമ്മ പിന്നെ കുറേയൊക്കെ കൺവിൻസ് ആവാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ കൺവിൻസ് ആയത് +2 റിസൾട്ട് വന്ന ദിവസമാണ്. +2 റിസൾട്ട് വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ മാർക്ക് ഉണ്ടായിരുന്നു. അന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പം തന്നെ നമുക്ക് പോയി ചേരാമെന്ന് പറഞ്ഞു. അന്ന് പിന്നെ വീട്ടിലൊരു മരണമൊക്കെ ഉണ്ടായി ആ ഒരു ടൈമായപ്പോൾ. അത് കാരണം നമുക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ അന്നൊന്നും പറ്റിയില്ല. പിന്നെ ഞാനൊരു വേറെ ഒരു സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്ത് അവിടുന്ന് പഠിച്ച് റിപ്പീറ്റിന് പോയി. അങ്ങനെ റിപ്പീറ്റിന് ചേർന്ന് അന്ന് ഞാൻ അതിന് മുമ്പ് ക്രാഷിന് പോയിരുന്നു. 1 month ഞാൻ ക്രാഷിന് പോയ ടൈമിൽ എനിക്ക് ഏകദേശം ടോപ്പിക്സ് എന്താണ്, എത്രത്തോളം ടോപ്പിക്സ് ഉണ്ട് അതൊക്കെ എനിക്ക് അറിയായിരുന്നു. ക്രാഷിന് പോകേണ്ട ആകെ ഇട്ടൊരു ഉപകാരം പറയുന്നത് അതാണ്. ഇത്ര ഒരു മാസം കൊണ്ട് നമുക്കിത് എൻ്റെ ടോപ്പിക്ക് എത്ര ഉണ്ട്, എങ്ങനെ പഠിക്കണം, നമുക്ക് ക്ലാസ്സിൽ നിന്ന് സാറുമാർ പറഞ്ഞത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ തീരെ ബേസ് ഇല്ലാതെ പോയ ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു 65% ഒക്കെ കണ്ടന്റ് ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് റിപ്പീറ്റിന് പോയ ടൈമിൽ എൻ്റെ കൂടെ കുറേ ഉണ്ടായിരുന്ന റിപ്പീറ്റേഴ്സാണ്. ഇവരൊന്നും ആർക്കും ഓളൊന്നും കൂടി സീരിയസ് ആയിരിക്കുമല്ലോ, ഓലങ്ങനെ ആർക്കും സംസാരിക്കൊന്നുമില്ല, ഫുഡ് കഴിക്കാൻ പോകുമ്പോഴൊന്നും സംസാരിക്കൂല, അങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ തന്നെ കാരണം റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാരണം അങ്ങനെ സംസാരമൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ. അപ്പം ഞാനും ഫുൾ സീരിയസ് മൂഡാണ്. എനിക്ക് ഫുൾ ടൈം പഠിക്കുക, രാത്രി മാത്രം ഉറങ്ങുക, വേറെ ടൈമിലൊന്നും ഉറങ്ങൂല, ഫുഡ് കഴിച്ചാലൊക്കെ ഇരുന്ന് പഠിക്കുക, അപ്പോൾ ഉറങ്ങുന്നേയില്ല, അങ്ങനെയൊക്കെ ഒരു ഇത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമിലൊക്കെ അന്നന്ന് എടുക്കണത് അന്ന് തന്നെ പഠിച്ച് ഏകദേശം ടോപ്പിക്സൊക്കെ കവറാക്കി. ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം കെമിസ്ട്രിയിൽ ചാപ്റ്റർ എടുക്കുകയായിരുന്നു. അന്ന് എനിക്ക് മറ്റേ റിഡ്ബർഗ് കോൺസ്റ്റന്റിൻ്റെ സംബന്ധിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ തന്നു. അത് ഞാൻ ചെയ്യാൻ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ടത്. അന്ന് സാറിൻ്റെ മുഖത്തൊക്കെ ഒരു ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു നോട്ടുണ്ടായിരുന്നു സാറിന്. അപ്പം അയ്യോ ഞാൻ എങ്ങനെ ഇത് മാത്സ് എങ്ങനെ സ്പീഡാക്കി കൊണ്ടുപോകും, അങ്ങനെയൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഫുൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു, ബയോളജി ഇരുന്ന് വായിക്കാം, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് റിപ്പീറ്റ് ജേണിൽ ചെയ്തിരുന്നത്. അത് ഡിസംബർ വരെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇടയ്ക്ക് മടുപ്പുണ്ടാകുന്ന ടൈമിൽ ഉമ്മാനെ വിളിക്കും, അപ്പം ഉമ്മ കുറച്ച് മോട്ടിവേഷൻ തരും, അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ആ ഒരു പ്രിപ്പറേഷൻ ലാസ്റ്റ് ഏകദേശം ഒരു മാർച്ചൊക്കെ ആയ ആ ഒരു ടൈമിൽ എനിക്ക് ചടക്കാൻ തുടങ്ങി. ഇങ്ങനെ ചെയ്ത് റിപ്പീറ്റ് സെയിം സാധനങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ചടപ്പ് വരും. അത് വന്ന് പിന്നെ എനിക്ക് എക്സാം എഴുതുമ്പോൾ മോക്ക് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അതിൻ്റെ ഉത്തരം സോൾവ് ചെയ്യണില്ല, ഒന്നും പ്രോപ്പറായിട്ട് കാര്യങ്ങളൊന്നും ഷെഡ്യൂൾഡായിട്ട് ചെയ്യണില്ല. എക്സാം എഴുതിക്കുന്നത് അവിടെ ഇടുക, പിന്നെ അടുത്ത എക്സാം എഴുതുക, ഇതിൻ്റെ സൊല്യൂഷൻ നോക്കണില്ല, അങ്ങനെയൊക്കെ ആയി. അങ്ങനെ ആ വർഷം നീറ്റ് അവിടെ ഡ്രോപ്പായി. എനിക്ക് അന്ന് 592 മാർക്ക് ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ എനിക്ക് അന്ന് എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വരുത്തിയ മിസ്റ്റേക്ക് എന്താണെന്നൊക്കെ മനസ്സിലായത്. അങ്ങനെ അന്ന് നീറ്റ് എക്സാം 2024 നീറ്റ് എക്സാം കഴിഞ്ഞ് ഞാൻ പേപ്പർ നോക്കുമ്പോൾ അന്ന് എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അത്യാവശ്യം ഈസി ചെയ്യുന്നല്ലോ. എനിക്ക് ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് അറിയുന്നതാണ്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല എഴുതുന്നത് 2 ക്വസ്റ്റ്യൻ ഞാൻ വിട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് അന്നനെ ഞാൻ എക്സാം വരെ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ മുഖത്ത് നല്ല ചിരിയാണ്. അപ്പം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയാണ് കിട്ടുമെന്നൊക്കെ. അങ്ങനെ വീട്ടിലേക്ക് എത്തി പേപ്പർ ഇങ്ങനെ നോക്കിയപ്പോൾ ഫിസിക്സിൽ എനിക്ക് തോന്നുന്നു അന്ന് കുറേ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചത് എക്സാമിന്, സ്റ്റേറ്റ്മെൻറ്റും അസോഷറീസും ഒക്കെ. അത് മൊത്തം എൻ്റെ തെറ്റ്.
എന്നിട്ട് അന്ന് എനിക്ക് എന്താണ് പ്രോബ്ലംസ് ഒക്കെ ശരിയായിരുന്നു, പക്ഷെ തിയറി എനിക്ക് തെറ്റി. അതേപോലെ തന്നെ കെമിസ്ട്രിയും കുറച്ച് ക്വസ്റ്റ്യൻസ്, ബയോളജി, ബോട്ടണി എനിക്ക് അത്യാവശ്യം തെറ്റുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കി ഫിസിക്സ് ഞാൻ എങ്ങനെ ഏത് രീതിയിലാണ് പഠിക്കാത്തത്, എങ്ങനെയാണ് പഠിച്ചത് അന്ന് മനസ്സിലാക്കി. പിന്നെ ഭയങ്കര സങ്കടം വന്ന് ഞാൻ ഒട്ടും റീകോൾ ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു സാധനമാണ് അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ 24th നൈറ്റ് അവിടെ കഴിഞ്ഞ് പിന്നെ അടുത്ത എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നായിരുന്നു. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണോ അതോ ഇനി നഴ്സിംഗ് എടുത്ത് പോകണോ അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞു. ഒന്നും കൂടി ചെയ്തു നോക്കാൻ എനിക്ക് ഇത്ര മാർക്കില്ലേ. അങ്ങനെ ഞാനും റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച്. പിന്നെ അടുത്ത എൻ്റെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ പറയുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുന്നുള്ളതാണ്. ഞാൻ കുറേ നോക്കി, യൂട്യൂബിൽ നോക്കി, ഓരോ സ്ഥലത്തേക്ക് വിളിച്ചു നോക്കി, കുറേ സ്ഥലത്ത് അന്വേഷിച്ചു. അവസാനം ഞാൻ കോഴിക്കോട് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചേരാൻ വന്ന ടൈമിലാണ് JPCക്ക് എത്തുന്നത്. ഞാൻ ആദ്യം ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ JP പറഞ്ഞു ഇവിടെ ഒന്ന് വന്ന് നോക്കാൻ. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്ന് JPൻ്റെ റൂമിൽ കയറി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ ജോയിൻ ആക്കണമെന്ന് അപ്പം തന്നെ തോന്നിയതൊക്കെ. JPൻ്റെ സംസാരം സത്യം പറഞ്ഞാൽ നല്ലതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് തന്നെ അത്രയും ഇൻസ്പിറേഷൻ തന്നിട്ട് മുപ്പര സംസാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ തന്നെ ജോയിൻ ചെയ്ത് ഞാൻ റിപ്പീറ്റിന് വന്നതിന് ശേഷം ആദ്യം ചെയ്തത് എനിക്ക് ഫസ്റ്റ് ടൈം പറ്റിയ മിസ്റ്റേക്ക് എന്താ നോക്കി ചെയ്തത് അതിന് ഞാൻ നന്നായിട്ട് അനലൈസ് ചെയ്തു. ഏത് ടോപ്പിക്കാണ്, എവിടെയാണ് പ്രശ്നം പറ്റുന്നത്, എവിടെ എനിക്ക് കൂടുതൽ സമയം എടുക്കണമെന്നൊക്കെ നോക്കി. അത് നോക്കിയിട്ടാണ് പിന്നെ ഞാൻ പഠിച്ചത് മൊത്തം. ആ ഒരു ടോപ്പിക്കിനെ സാറുമാരോട് കൂടുതൽ വെച്ച് അതിനെ ഡെപ്തായിട്ട് പഠിച്ച് വായിക്കാൻ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിക്ക് അണ്ടർലൈൻ ചെയ്ത് പഠിച്ച് അങ്ങനെയൊക്കെയായിരുന്നു ആദ്യത്തെ ആ ഒരു നവംബർ വരയ്ക്കാൻ ചെയ്തിരുന്നത്. അതിന് ശേഷമായിരുന്നു എക്സാംസ് ഉണ്ടായിരുന്നത്. ഇവിടെ ഞാൻ സൂപ്പർ ബാച്ചിലാണ് പഠിച്ചത്. അപ്പോൾ ആ ബാച്ച് എന്ന് പറയുന്നത് പെട്ടെന്ന് ഫാസ്റ്റ് ബാച്ച് ആയിരുന്നു. പെട്ടെന്ന് ക്ലാസ്സസ് കഴിയും, പിന്നെ ഫുൾ എക്സാംസ് അങ്ങനെയായിരുന്നു. ഈ ഒരു ബാച്ച് എനിക്ക് തോന്നുന്നത് എല്ലായിടത്തും ഒന്നുമില്ല. ഇവിടെ അത്ര അടിപൊളിയായിട്ടാണ് ആ ബാച്ചിനെ കൊണ്ടുവരുന്നത്. JP ആണെങ്കിൽ എല്ലാവരും അത്രയും ശ്രദ്ധിച്ചിരുന്നു ഈ ബാച്ചിനെ കുറിച്ചിട്ട്. അങ്ങനെ നവംബർ ഫസ്റ്റ് വീക്ക് ക്ലാസ് ചെയ്യുന്നത്, പിന്നെ ഫുൾ എക്സാംസ് ഞാൻ അതിന് കയറുമ്പോൾ 95% കണ്ടന്റ് ഏകദേശം ഓരോ ചാപ്റ്ററിലും കവർ ചെയ്തിട്ടിരുന്നു ആ എക്സാമിന് പ്രിപ്പയർ ചെയ്തത്. അത് ഒരു ദിവസം ഗ്യാപ്പ്, പിന്നെ എക്സാം, അങ്ങനെയായിരുന്നു പോയത്. അങ്ങനെ ഡിസംബർ ലാസ്റ്റ് ആയപ്പോൾ ആ എക്സാംസ് സീരീസ് കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് ഞാനും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും തന്നെ ആ ഒരു 2 months ജേർണിയിൽ നീറ്റിൻ്റെ ഏകദേശം ഒരു ടോപ്പിക്സൊക്കെ കവർ ചെയ്യാൻ പറ്റി. അത് നന്നായിട്ടൊരു അടിപൊളിയായിട്ടൊരു എക്സാം ആയിരുന്നു. ടഫായിട്ടും ഈസി ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ജനുവരിയിലത്തെ എക്സാംസിന് കയറുന്നത്. പിന്നെ ജനുവരിയിലത്തെ എക്സാം എന്ന് പറയുന്നത് അത് റിപ്പീറ്റേഴ്സും നമ്മളും സൂപ്പർ ബാച്ചും അങ്ങനെ എല്ലാ ബാച്ചും കൂടിയുള്ള എക്സാംസ് ആയിരുന്നു. അതിൽ കുറച്ചും കൂടി ചാപ്റ്റേഴ്സ് ഇൻവോൾവ് ആയിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 5% കൂടി അടിപൊളിയായി പഠിച്ചിട്ടായിരുന്നു പിന്നെ ആ ഒരു എക്സാംസിന് പ്രിപ്പയർ ആയത്. അത് ഏകദേശം മാർച്ച് പകുതിയായപ്പോൾ തീർന്നു. പിന്നെ ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഫസ്റ്റ് സീരീസ് എക്സാം എഴുതിയത് കാരണം തന്നെ നമുക്ക് ഏകദേശം എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, ഏതൊക്കെ രീതിയിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് ക്വസ്റ്റ്യൻസ് വരാം എന്നൊക്കെ ഏകദേശം അറിയായിരുന്നു. അതേപോലെ നമ്മൾ പ്രാക്ടിക്കൽ ഫിസിക്സ്, കെമിസ്ട്രി അതൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടിയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് മോക്ക് ടെസ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റിയിരുന്നു. ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി എക്സാംസ് ഉണ്ടാവും, ഹാർഡ് ഉണ്ടാവും, മോഡറേറ്റ് ഉണ്ടാവും. അത് കാരണം തന്നെ നീറ്റിന് നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ നമുക്ക് അത്ര പതറാതെ എക്സാം എഴുതാൻ പറ്റി. നമ്മൾ അന്നൊക്കെ ഇവിടുന്ന് ടഫ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇവിടെ നല്ലതായിട്ട് അങ്ങനെ പ്രതിഷേധിച്ച് ഇങ്ങനത്തെ എക്സാം വെക്കാൻ പറ്റില്ല. പക്ഷെ നീറ്റിനാണ് എന്തിനാണ് ഇവിടെ ഇങ്ങനത്തെ എക്സാം വെച്ചെന്ന് മനസ്സിലായത്. അപ്പോൾ 25 നീറ്റ് അങ്ങനെ കഴിഞ്ഞു, സന്തോഷമായി. അന്ന് എക്സാം എഴുതി ഇറങ്ങിയപ്പോൾ സങ്കടമായിരുന്നു. നമ്മുടെ ഉമ്മക്ക് കഴിഞ്ഞ വർഷത്തെ അതുപോലെ മാർക്ക് ഉണ്ടാവും തോന്നുന്നില്ല. അന്നൊക്കെ നമ്മൾ നോക്കുന്നത് മാർക്കമ്മക്കാണ്, നമ്മുടെ റാങ്ക് തീരെ നമ്മൾ നോക്കണില്ല. അപ്പോൾ പിന്നെ വന്നപ്പോൾ JP വിളിച്ചപ്പോൾ JP പറഞ്ഞു മോൾ അത്ര മാർക്കില്ലേ, അടിപൊളി മാർക്കാണ്, നല്ല റാങ്ക് ഉണ്ടാവും, എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും സന്തോഷമായത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ എത്രത്തോളം സ്വപ്നം കണ്ടിരുന്നോ ആ ഒരു സമയത്താണ് ഞാൻ നിൽക്കുന്നത്. അന്ന് ഇതേപോലെ ഞാൻ ഇതിന് മുമ്പ് പഠിച്ച വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കും ഇതേപോലെ ഒരു വീഡിയോ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ അങ്ങനെ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. വീട്ടിലാണെങ്കിലും ഉമ്മക്കും ഭയങ്കര സന്തോഷമാണ്. എൻ്റെ നാട്ടിൽ ഇതുവരെ ആർക്കും ഇങ്ങനെ MBBS നീറ്റ് വഴിയൊന്നും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ലേ, അടിപൊളിയായി, അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. നാട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ ഉപ്പക്കും ഭയങ്കര അഭിമാനമാണ്. അപ്പോൾ നമ്മൾ സ്വപ്നം കണ്ട സ്ഥലത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. എത്രത്തോളം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ റിയാലിറ്റി വരും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ റിപ്പീറ്റോ അല്ലെങ്കിൽ അതും കൂടുതൽ വർഷം ചെയ്യുന്ന ആരും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ
ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഇനിയിപ്പോൾ ഇതേപോലെ ടഫ് എക്സാംസ് വരുമോ, അത് എക്സാം ഈസി ആയിരിക്കുമോ, എന്നെ കൊണ്ട് പറ്റുമോ, എൻ്റെ അത് കണ്ടന്റ് ഇല്ലല്ലോ, ബേസ് ഇല്ലല്ലോ, എനിക്ക് ഇങ്ങനെ കിട്ടുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങൾ വിടുക. ഈ ഒരു നിങ്ങൾ ഇത് ചേരുമ്പോഴുള്ള ആ വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള ഒരു വർഷമായിട്ട് നിങ്ങൾ എടുക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഇതേപോലെ തന്നെ ഇപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയുണ്ടാവും, പക്ഷേ എന്നാലും ഇതെങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു പ്രോപ്പർ അഡ്വൈസ് ആണ്, അത് നിങ്ങൾ ആദ്യം എടുക്കണം. പിന്നെ റിപ്പീറ്റേഴ്സ് ഓല കാരണം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വർഷം ഡ്രോപ്പായി, ഇനിയിപ്പോൾ എന്താ പറയുക, നാട്ടുകാരെന്താ പറയുക, വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവൂലേ, എത്രങ്ങാനും പൈസ വേണം, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതൊന്നും നോക്കണ്ട. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു നിങ്ങൾ ഇത്ര സാക്രിഫൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റൂല. നിങ്ങളിത് വിട്ടിട്ട് വേറെ കോഴ്സ് എടുക്കുമ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് നോക്കിയാൽ മതിയെന്നു, ഒന്നും കൂടി ശ്രമിച്ചാൽ കിട്ടിയെന്നു, ആ ഒരു തോട്ട് നമ്മൾ നന്നായിട്ട് നമ്മളെ മനസ്സിനെ ഡൗൺ ചെയ്യും. ഇപ്പൊ തന്നെ നമ്മളെ അമ്മമാരിപ്പാരൊക്കെ പറയണ പോലെ കേട്ടിട്ടുണ്ടാവും, എനിക്ക് അന്ന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ആയി, എനിക്ക് മാത്രമൊന്നും ആകാൻ പറ്റിയില്ല എന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് അന്ന് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആലോചിക്കണോ അതോ ഇപ്പൊ ഈ ഒരു ഡിസിഷൻ എടുക്കണോ നിങ്ങൾ തന്നെ തീരുമാനിക്കാം. റിപ്പീറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നുണ്ടെങ്കിലും അതേപോലെ JPSലെ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓൾ ദി ബെസ്റ്റ്.